എവിടെ വീട് എവിടെയാ? കാവ്യയുടെ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഈ മകൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കാണാം, ഈ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു അത്ഭുത രോഗശാന്തിയുടെ സാക്ഷ്യമാണ്. മോടെ പേരെന്താ? അഞ്ജലീനയെ കുറിച്ചുള്ള ഒരു അത്ഭുത രോഗശാന്തിയുടെ സാക്ഷ്യമാണ് അമ്മ പങ്കുവെക്കാൻ പോകുന്നത്. പറഞ്ഞോളൂ. ഞാൻ കാവ്യയുടെ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ആൻസി. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കുട്ടിക്ക് രോഗസൗഖ്യം കിട്ടി, അതിന് സാക്ഷ്യം പറയാനാണ്. എവിടെ വെച്ചാ ധ്യാനം കൂടുതൽ? 2019 കോട്ടപ്പടി ഇടവകയിൽ വെച്ചിട്ട്. 2019 കോട്ടപ്പടിയിൽ നടന്ന കൺവെൻഷനിൽ ഈ കുഞ്ഞിനെയായിട്ട് ധ്യാനിച്ചതാണ്. അന്ന് ഈ കുഞ്ഞിന് അത്ഭുത രോഗശാന്തി കൊടുത്തു. നമുക്ക് കേൾക്കാം. കുട്ടിക്ക് 1.5 വയസ്സായപ്പോൾ സാധാരണ കുട്ടികളൊക്കെ കൈപിടിച്ച് നിൽക്കണ പോലെ എൻ്റെ കുട്ടിക്ക് നിൽക്കാൻ പറ്റണില്ലേ. നമ്മൾ കൈപിടിച്ചാൽ പോലും അവള് കാല് നിലത്ത് കുത്താത്തൊരവസ്ഥയായിരുന്നു. കാലിനൊരു ബലക്കുറവ്, രണ്ട് കാലിലും. ഈ കുഞ്ഞിന്റെ 2 കാലിനും ബലക്കുറവായിരുന്നു, നിക്കത്തില്ലായിരുന്നു. സാധാരണ പോലെ നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ചികിത്സിക്കേണ്ട കാര്യമില്ല, കുട്ടി നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ചികിത്സിച്ചിട്ട് കാര്യമില്ല, കുട്ടി നടക്കത്തില്ല. ഏത് ഡോക്ടറാ പറഞ്ഞത്? തൃശ്ശൂരുള്ള ഡോക്ടർ പറഞ്ഞു. പീഡിയാട്രിഷനാണോ? പീഡിയാട്രിക് ഓർത്തോ ഡോക്ടർ. ഓർത്തോ ഡോക്ടർ പറഞ്ഞു ഇനി നടക്കത്തില്ല. അപ്പൊ ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ, നല്ല വിഷമമായി. നല്ലൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് വെച്ചിട്ട് വേറെ ഡോക്ടറെ അടുത്തേക്ക് പോയി. ആ ഡോക്ടർക്കും എന്തുകൊണ്ടാണ് കുട്ടി നടക്കത്തില്ലാത്ത കാരണം പറയാൻ അപ്പോഴും പറ്റുന്നില്ല ആ ഡോക്ടർക്കും. എന്നിട്ട് അമല ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയി. ആ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, പക്ഷേ അങ്ങനെയുള്ള കുട്ടികളും നടക്കുന്ന കുട്ടികളാണ്, പക്ഷെ എന്തുകൊണ്ടാണ് ഈ കുട്ടി നടക്കാത്തതെന്നുള്ളത് ആ ഡോക്ടർക്കും പറയാൻ പറ്റില്ല. ആ ഡോക്ടർ നമുക്കൊരു 2 കാലിലും ഫുൾ പ്ലാസ്റ്റർ ഇട്ടിട്ട് നമുക്ക് നോക്കാം എന്നേ പറഞ്ഞുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ഒരു തവണ പ്ലാസ്റ്റർ ഇട്ടു. ആ സമയത്താണ് ബ്രദറിൻ്റെ ധ്യാനം കോട്ടപ്പടിയിൽ 2019 ഡിസംബർ ലാസ്റ്റായിട്ട് നടന്നത്. അന്ന് ഈ ഫസ്റ്റ് പ്ലാസ്റ്റർ റിമൂവ് ചെയ്യേണ്ട സമയമായിരുന്നു. അന്നേരം ബ്രദറെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ബ്രദറിനോട് പറഞ്ഞു നടക്കാത്ത ഒരു കാര്യമാണെന്ന്. അപ്പോൾ ബ്രദറിൻ്റെ ധ്യാനത്തിലൂടെ എനിക്ക് മനസ്സിലായി ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അവിടുന്ന് ഈ ബുക്ക് ഈ ബുക്ക് വാങ്ങി. ഇതിൽ രോഗശാന്തി എന്നുള്ള വചനം, ഒരു വചനമാണ് എനിക്ക് മനസ്സിൽ പതിഞ്ഞത്. മലാക്കി 4:2. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, സൗഖ്യമുണ്ട്. ആ ഒരു വചനം ഞാൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഒരു വിശ്വാസം, ഈ വചനത്തിന് എന്തോ ഒരു ശക്തി ഉണ്ടെന്ന്. ഞാൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 പ്ലാസ്റ്ററിങ്ങും കഴിഞ്ഞു. എക്സ്റേ എടുത്തു, അതിൽ കുറേ ചേഞ്ചസ് വന്നു. അപ്പോഴും ഞാൻ ഇതിലെ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 2020 ഫെബ്രുവരിയിലാകുമ്പോഴേക്കും എൻ്റെ കൊച്ച് നടക്കത്തില്ല എന്ന് പറഞ്ഞ കുട്ടി നടന്നു തുടങ്ങി, പിടിച്ച് നടന്നു തുടങ്ങി. അപ്പോഴും ഒരു ഷൂ ഉണ്ടായിരുന്നു, സപ്പോർട്ടിങ് ഷൂ ഉണ്ടായിരുന്നു. അതും പിന്നെ 1 വർഷം ഞങ്ങൾ അത് ഇട്ടു. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു ഷൂവും വേണ്ട, എങ്ങനെ വേണമെങ്കിലും നടക്കും, ഓടും, യാതൊരു കുഴപ്പമില്ല. വൈദ്യശാസ്ത്രം നടക്കത്തില്ല എന്ന് പറഞ്ഞ ഈ കുഞ്ഞിനെ യേശുവാണ് തൊട്ടു സൗഖ്യപ്പെടുത്തിയത്. മിടുമിടുക്കിയായിട്ട് നമ്മുടെ മുൻപിലുണ്ട്. ഓരോ രോഗശാന്തിയും യേശുവിൻ്റെ കരുണയാണ്, യേശുവിൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷമാണോ? ആരാ മോടെ കാലിന് സൗഖ്യം നൽകിയത്? യേശു. Oh, Jesus, you are my Lord.